അവിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന ഒരു അവതരണമാണ് അടുത്തതായി. ഭാരതത്തിലെ വിശുദ്ധരുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകമാണ് ഞങ്ങൾ നോക്കുന്നത്. ഇത്രയും അധികം വിശുദ്ധരോ? സ്വർഗത്തിലുള്ള ഇവരെല്ലാവരും വിശുദ്ധരാണ്. എന്നാൽ ഇവരിൽ 6 പേരാണ് ഭൂമിയിൽ വിശുദ്ധ പദവി ലഭിച്ച് വിശുദ്ധരായി അറിയപ്പെടുന്നവർ. വിശുദ്ധ പദവിയിൽ എത്തണമെങ്കിൽ കുറേ കടമകളുണ്ട്. അതിൽ ഒന്നാണ് അവരുടെ മാധ്യസ്ഥതയിലൂടെ നടന്ന ഏതെങ്കിലും ഒരു അത്ഭുതം സ്ഥിരീകരിക്കപ്പെടുക എന്നത്. ആരാണ് ആ 6 വിശുദ്ധർ? എന്താണ് ആ അത്ഭുതങ്ങൾ? വരൂ, നിങ്ങൾ തന്നെ കണ്ടോളൂ ആ വിശുദ്ധരെയും ആ അത്ഭുതങ്ങളെയും. ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധ, കേരളത്തിൽ നിന്നുള്ള അൽഫോൻസമ്മ, സഹനത്തിന്റെ അമ്മ. അമ്മയുടെ മാധ്യസ്ഥ വഴി കുറുപ്പന്തറ സ്വദേശികളായ ഷാജി, ലിസി ദമ്പതികളുടെ മകൻ ജയിലിന് ലഭിച്ച അത്ഭുത രോഗസൗഖ്യം. ഇതാരായി വരുന്നു? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തായി കുഞ്ഞിന്റെ കാര്യങ്ങൾ? ശരിയായോ എന്ന് പറയാനോ? ജന്മനായുള്ള വൈകല്യമല്ലേ? വളഞ്ഞ കാലുകൾ പ്ലാസ്റ്റർ ഇട്ട് നിവർത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ പഴുത്ത് വ്രണമായി. ഓപ്പറേഷനിലൂടെ ശരിയാക്കാമെന്ന വിശ്വാസം ഡോക്ടർമാർക്കും ഇല്ല. അങ്ങനെ പക്ഷേ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ചേട്ടൻ കുഞ്ഞിനെയും മാതാപിതാക്കളെയും കൂട്ടി അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ വന്നു പ്രാർത്ഥിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. കേരളത്തിന്റെ നവോത്ഥാനനായകനും CMI സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനുമായ വിശുദ്ധ ചാവറയച്ചന്റെ മാധ്യസ്ഥത കോട്ടയം പാല സ്വദേശി മരിയ റോസ് എന്ന ബാലികയ്ക്ക് ലഭിച്ച അത്ഭുത രോഗസൗഖ്യം. പക്ഷേ അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ? ഓങ്കനാണ്. എന്തുകൊണ്ടാണ് ദൈവം അവൾക്ക് അങ്ങനെയൊരു വൈകല്യം കൊടുത്തത്? ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാകുന്നു. നീ വിഷമിക്കരുത്. നമുക്ക് ചാവറയച്ചനോട് മാധ്യസ്ഥം യാചിക്കാം. എല്ലാം മാറും. നോക്കൂ, ആ കുഞ്ഞ്, അവളുടെ കണ്ണുകൾ ശരിയായി. അതെ, ഇതെങ്ങനെയാ ശരിയായത്? അന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പള്ളിയിൽ കയറി ചാവറയച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുഞ്ഞിന്റെ കണ്ണുകൾ ശരിയായി. അന്ന് ഞാൻ
ഇത് ഒരുപക്ഷേ ചാവറച്ചനെ ഇഷ്ടപദവിയിലേക്ക് ഉയർത്താനുള്ള അത്ഭുതമായി മാറും. അതെ, തീർച്ചയായും. എന്നറിയപ്പെട്ടിരുന്ന ഉള്ളുവിന്റെ അമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ എബുപ്രാസ്യ. നിസ്സാരമായ ഉപകാരമെങ്കിലും ചെയ്തു കൊടുത്തിരുന്നവരോട് മരിച്ചാലും മറക്കില്ലാണോ എന്ന് പറഞ്ഞിരുന്ന എബുപ്രാസ്യമായി തൃശ്ശൂർ ജില്ലയിലെ ഉൾപ്പാറയിൽ താമസിക്കുന്നു. ജാസന്റെയും റീനയുടെയും മകൻ ജുബലിന് ലഭിച്ച ഒരു അത്ഭുത രോഗസൗഖ്യം. ഓപ്പറേഷൻ വേണ്ടി വരും, അതല്ലാതെ മറ്റൊരു വഴിയില്ല. പക്ഷേ എന്താണ് ഡോക്ടർ? ഒരു പക്ഷേ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ശബ്ദം നഷ്ടപ്പെടാനും ഉള്ള സാധ്യതയുണ്ട്. ഓപ്പറേഷൻ ചെയ്യിക്കാൻ 10 പൈസ പോലും നമ്മുടെ കയ്യിലില്ല. കാശ് കടം വാങ്ങും. പക്ഷേ ശബ്ദം നഷ്ടപ്പെട്ടാൽ? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിക്കാതെ വാഴ്ത്തപ്പെട്ട എബുപ്രാസ്യനെ വിശുദ്ധയാക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. നമുക്ക് അമ്മയുടെ കബറിടത്തിൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിക്കാം. അതേ അമ്മേ, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. പിറ്റേന്ന് രാവിലെ മോനെ, എനിക്ക് വേദനയൊന്നുമില്ലേ? ഇന്നലെ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഒരു സിസ്റ്റർ വന്നിരുന്നു. കയ്യിൽ ഒരു കുരിശും കൊന്തയും ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്റെ തോളിൽ പിടിച്ച് എന്നെ നോക്കി ചിരിച്ചു. എബുപ്രാസ്യ എന്റെ കുഞ്ഞിന് സൗഖ്യം വാങ്ങിക്കൊടുത്തു. അൽബേനിയയിൽ ജനിച്ചു വളർന്ന മദർ തെരേസ തന്റെ 19ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ എത്തിച്ചേരുകയും കൽക്കത്തയിൽ തന്റെ ഉപവിപ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കുകയും ചെയ്തു. മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയായ മദറിനെ പാവങ്ങളുടെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. മദറിന്റെ മാതൃസ്ഥിതിയിൽ ബ്രസീലിയൻ സ്വദേശിയായ മാർസലിനിയോയ്ക്ക് ലഭിച്ച അത്ഭുത രോഗസൗഖ്യം നമുക്ക് കാണാം. ബ്രസീലിലെ ആശുപത്രിയാണ് രംഗം. മിസ്സിസ് മാർച്ചിലി, നിങ്ങളുടെ ഭർത്താവിന്റെ തലച്ചോറ് അണുബാധയാണ്. തലച്ചോറ് ദ്രാവകം അടിഞ്ഞുകൂടി അത് വികസിച്ചിരിക്കുന്നു. എന്താണ് മദർ തെരേസയുടെ വിശേഷിപ്പാണ്? മദറിനോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഡോക്ടർ, വേഗം വരൂ. മാർസിലിയോ കോമയിലേക്ക് വീണിരിക്കുന്നു. ഓപ്പറേഷൻ വേണ്ടിവരും. പിറ്റേന്ന് രാവിലെ ഞാൻ എവിടെയാണ്? എന്താണ് ഇവിടെ ചെയ്യുന്നത്? ശേഷം മാർസിലിയോയ്ക്ക് 2 വ്യത്യസ്ത ദിവസങ്ങളിലായി തലച്ചോറിന്റെ 2 സ്കാനുകൾ ചെയ്തു. എന്നാൽ അതിവിദഗ്ധരായ ഡോക്ടർമാർക്ക് പോലും എങ്ങനെയാണ്
ഇത്ര പെട്ടെന്ന് സുഖം പ്രാപിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹൃദയത്തിൽ അഗ്നി. ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകരും കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്നതുമായ വിശുദ്ധിയുടെ മാധ്യസ്ഥതയിൽ പെരിഞ്ചേരി സ്വദേശി ജോഷി ഷിബി ദമ്പതികളുടെ നവജാത ശിശു ക്രിസ്റ്റഫറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന അത്ഭുത രോഗസൗഖ്യം. LICയിലേക്ക് വേഗം ഷിഫ്റ്റ് ചെയ്യും. ഞാൻ ദാ വരുന്നു. ശരി ഡോക്ടർ. കുട്ടിയുടെ ഹാർട്ട് ബീറ്റിന് തകരാറുണ്ട്. ക്രിട്ടിക്കലാണ്. പുലരും വരെ ജീവിച്ചിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഓക്സിജൻ കൊടുക്കും. വെന്റിലേറ്ററിലേക്ക് മാറ്റും. ഈ അവസ്ഥ ബന്ധുക്കളെ അറിയിക്കാതെ തരമില്ല. കുഞ്ഞിനെങ്ങനെയുണ്ട്? ക്രിട്ടിക്കലാണ്. ഒന്നും പറയാൻ സാധിക്കില്ല. പ്രാർത്ഥിക്കും. അതേപോലെയുള്ളൂ. എന്റെ കുഞ്ഞിന് വീട്ടു മാമോദീസ നൽകി. പിറ്റേന്ന് രാവിലെ കുഞ്ഞിവിടെ. ഡോക്ടർ, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. എല്ലാം നോർമലായി. റിയലി? ഇതെങ്ങനെ സംഭവിച്ചു? അവന്റെ അപ്പൻ ഇന്നലെ വാർത്തപ്പെട്ട മറിയ ത്രേസ്യയുടെ ഒരു തിരുശേഷിപ്പ് കുഞ്ഞിന്റെ കിടക്കയിൽ വയ്ക്കാൻ തന്നിരുന്നു. ഞാൻ അപ്രകാരം ചെയ്തു. രാത്രികൾക്കോളം പുറത്ത് അവന്റെ ബന്ധുക്കൾ പ്രാർത്ഥനയിലായിരുന്നു. ഇത് തീർച്ചയായും ഒരു അത്ഭുതമാണ്. ക്രിസ്റ്റഫറിന്റെ രോഗശാന്തി അത്ഭുതം തന്നെയാണ്. യേശുവിനെ പ്രതി രക്തസാക്ഷ്യം വരിച്ച ഭാരതീയനായ ആദ്യത്തെ അൽമായനും കുടുംബസ്ഥനുമായ വിശുദ്ധ ദേവസഹായം പിള്ള ഗർഭിണിയായ ഒരു ഹിന്ദു സ്ത്രീയെ 20 ആഴ്ച പ്രായമായ ഭ്രൂണത്തിൽ പുനർജീവിപ്പിച്ച അത്ഭുതം. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നതാണ് അമ്മയുടെ ജീവന് നല്ലത്. അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും നഷ്ടപ്പെടും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഇഷ്ടം പറയുക എന്നത് എന്റെ കടമ. നമുക്ക് വാഴ്ത്തപ്പെട്ട ദേവസഹായ പിള്ളയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. എനിക്ക് വിശ്വാസമുണ്ട് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. Thank you.
അച്ഛനോടല്ലാത്തതുണ്ടായിരുന്നു ഈ ശുശ്രൂഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ആ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു അച്ഛനൊക്കെ ആയിട്ടാണല്ലോ ഇവിടെ എത്തിയിട്ട്. സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വെച്ചു. അതാ ആട്ടെ, ഇന്നലെ നിങ്ങളെ പള്ളിപ്പരിപാടിയിൽ കണ്ടില്ലല്ലോ. എന്ത് പറ്റി? അല്ല, ഒരാളോടുണ്ടല്ലോ, അവൻ എന്ത് ചെയ്തു? അവൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. അവന് പനിയായതുകൊണ്ട് ഞങ്ങൾക്കും വരാൻ പറ്റാത്ത. അവിടെ വന്നിട്ട് ബാക്കിയൊക്കെ കൊടുക്കണ്ടല്ലോ. ടീച്ചർമാര് പറയുന്നുണ്ടാകും. അവരെവിടെ? ആ, എന്താണ് പറ്റി? വീട്ടിലെ കാണുന്നത് കിടപ്പിലായോ? ഒന്നുമില്ല, ഒരു ചെറിയ പനി, അതിൻ്റെ ഒരു ക്ഷീണം. എന്താണ് നമ്മുടെ പെരുന്നാളിന്റെ പരിപാടിയൊക്കെ? എല്ലാം പറഞ്ഞാൽ വരുന്നു. ഒരുക്കങ്ങളൊക്കെ അന്ന് നടന്നു പോകുന്നുണ്ട്. പണ്ടത്തെ പോലെ ഇപ്പോഴും പെരുന്നാൾ പരിപാടികളൊക്കെ ഉണ്ടോ അച്ഛോ? അതെന്തേ? അല്ല, അന്നൊക്കെ അമ്മമാരും കുഞ്ഞുകുട്ടികളൊക്കെ ആയിരുന്നല്ലോ മെയിൻ താരങ്ങള്. ബാക്കിയുള്ളവരോ? ഇപ്പോഴല്ലേ യൂത്ത് കൂടുതൽ വന്നു തുടങ്ങിയുള്ളൂ. അതും ഒരു രസമുള്ള കാലം തന്നെയായിരുന്നു. അപ്പൊ ഈ വർഷം നമ്മുടെ പ്രകാരം അവരോട് ചെലവ് അത് തീർച്ചയായും